എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളെ ചതിക്കുന്ന ആളുകളുടെ കുറച്ച് ലക്ഷണങ്ങളാണ്. ചതിയന്മാരായിട്ടുള്ള ആളുകളെ പല ജീവിത സാഹചര്യങ്ങൾ വെച്ച് നമ്മൾ കണ്ടുമുട്ടിയേക്കാം. ചിലപ്പോൾ അവർ നമ്മുടെ ക്ലോസ് റിലേറ്റീവ്സിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ അവർ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ ഉള്ള ആളുകളായിരിക്കാം. ഇതും അല്ലെങ്കിൽ നമ്മുടെ ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ ഒക്കെ പാർട്ണർമാരായിട്ടുള്ള ആളുകളുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം, അവരുടെ ചില ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കുറ്റം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നവരായിരിക്കും. ചില ആളുകളുണ്ട്, നമ്മളോട് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വേറെ ആളുകളുടെ, അവരുടെ ഫ്രണ്ട്സിൻ്റെ, അവരുടെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ കുറ്റങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇങ്ങനെയുള്ള ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇവർ നമ്മുടെ കുറ്റവും ചെന്ന് വേറെ ആളുകളോട് പറയുന്നുണ്ടായിരിക്കും. സോ അതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ ഒരു ചതിക്കുന്ന ഫ്രോഡായിട്ടുള്ള ഒരാളുടെ ലക്ഷണമാണ് നമ്മുടെ നല്ല സമയത്ത് മാത്രം കൂടെ നിൽക്കുകയും നമുക്ക് കഷ്ടപ്പാടുള്ള സമയങ്ങളിൽ തിരിഞ്ഞുപോലും നോക്കത്തില്ല. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾ സൂക്ഷിക്കണം. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള ആളുകളായിരിക്കും. അവരുടെ വാക് ചാതുര്യമൊക്കെ ഉപയോഗിച്ച് അവർ ചെയ്യുന്നതാണ് ശരി എന്ന് അവർ വരുത്തി തീർക്കും. നമ്മളെ ചിലപ്പോൾ അവർ കുറ്റപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മുടെ വീക്ക് പോയിൻ്റൊക്കെ യൂസ് ചെയ്തിട്ട് അവരുടെ ഒരു വാക് സാമർത്ഥ്യത്തിലൂടെ അവരാണ് ശരി എന്ന് വരുത്തി തീർക്കുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ളവരെ ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. നാലാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവരുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല എന്നുള്ളതാണ്. അവരുടെ വാക്ചാതുര്യത്തിലൂടെ അവർ നമ്മളെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കും. അവരത് ചെയ്തു, അവർ ഇത് ചെയ്തു, അവർ വളരെയധികം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്നൊക്കെ വരുത്തി തീർക്കും. പക്ഷേ അവരെ യഥാർത്ഥ ജീവിതം നോക്കിയാൽ ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് യാതൊരു ബന്ധവും കാണത്തില്ല. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് കളവ് പറയുന്നവരായിരിക്കും എന്നുള്ളതാണ്. ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ഫ്രോഡായിട്ടുള്ള ആളുകൾ പലപ്പോഴും കള്ളത്തരങ്ങൾ പറയുന്നത് കാണാം. അപ്പം നമ്മൾ ഓൾറെഡി പല കാര്യങ്ങളിലൂടെയും അറിയുകയാണ്, ഇന്നയാൾ പറഞ്ഞത് കള്ളമാണല്ലോ എന്ന് നമ്മൾ അറിയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകളുമായിട്ടുള്ള കൂട്ടുകെട്ട് അവസാനിപ്പിക്കേണ്ടതാണ്. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് ബിസിനസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് തരത്തിലുള്ള എഴുത്തുകൾ, അതായത് കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ അവോയ്ഡ് ചെയ്യും. ചതിക്കാൻ അവർക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ അവർക്ക് റെസ്പോൺസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ അവരെ കുറ്റം ചുമത്തേക്കാം എന്ന് പറയുന്ന ഏത് സാഹചര്യങ്ങളും അവർ അവോയ്ഡ് ചെയ്യും. അതായത് അവർ കോൺട്രാക്റ്റ് ഒന്നും സൈൻ ചെയ്യത്തില്ല, എഗ്രിമെൻറ്റ് സൈൻ ചെയ്യത്തില്ല, അല്ലെങ്കിൽ പണമിടപാടുകളൊക്കെ ഞാൻ പിന്നെ ചെയ്യാം എന്നുള്ള രീതിയിൽ അവരൊരു മറ സൃഷ്ടിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെയുള്ള ആളുകളെയും ശ്രദ്ധിക്കണം. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള ചതിയന്മാരായിട്ടുള്ള ആളുകൾ ഒരിക്കൽ പോലും വാക്ക് പാലിക്കുന്നവരായിരിക്കത്തില്ല. അവർ പലപ്പോഴായിട്ട് നമ്മളോട് പറയും, ഞാനുണ്ടല്ലോ, നിങ്ങളത് ചെയ്തോളൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം എന്നൊക്കെ പറയും. പക്ഷേ ലാസ്റ്റ് ആ ഒരു സമയമാകുമ്പോൾ അവരുടെ പൊടി പോലും കാണാനുണ്ടാകത്തില്ല. അടുത്ത ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവരൊരു ബൗണ്ടറിയും കീപ്പ് ചെയ്യാത്ത ഒരാളുകളായിരിക്കും. നമ്മുടെ ഒരു ജീവിതത്തിലോട്ട് നുഴഞ്ഞു കയറി വന്ന് നമ്മുടെ എല്ലാ പ്രൈവസിയും നശിപ്പിച്ചതിന് ശേഷം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അവർക്ക് അറിയാമായിരിക്കും. എന്നാൽ ഇവരുടെ പേഴ്സണൽ ലൈഫിനെ പറ്റി പറയുകയോ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമ്മളോടൊന്നും പറയാതെ അത് മറച്ചു വെക്കുകയും ചെയ്യുന്ന ചില ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെയും നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ഇനി ജോലി സ്ഥലങ്ങളിലൊക്കെ ചതിവ് കാണിക്കുന്ന ഒരു കൂട്ടരുണ്ട്. അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടാൻ പോകുക, അല്ലെങ്കിൽ നമുക്കൊരു ഇൻക്രിമെൻ്റ് ഒക്കെ കിട്ടാൻ പോകുക എന്ന സമയത്ത് നമ്മുടെ ഐഡിയാസൊക്കെ സ്റ്റീൽ ചെയ്യും. നമ്മുടെ വർക്കൊക്കെ, അതിൻ്റെ ക്രെഡിറ്റ്, നമ്മൾ ചെയ്യുന്ന നല്ല വർക്കിൻ്റെയൊക്കെ ക്രെഡിറ്റ് ചെയ്തിട്ട് അവർക്ക് ആ പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയുള്ള എല്ലാ കുതന്ത്രങ്ങളും ഒപ്പിച്ചു വെക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ നമ്മളെപ്പോഴും സൂക്ഷിക്കണം. ചതിയന്മാരായിട്ടുള്ള ആളുകളുടെ വേറൊരു ലക്ഷണമാണ് വളരെയധികം അസൂയാലുക്കളായിരിക്കും ഇവർ എന്നുള്ളതാണ്. നമുക്ക് നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാകത്തില്ല. ആ നേട്ടങ്ങളിൽ അവർ ഭയങ്കരധികം കുശുമ്പും അസൂയയും ഒക്കെ ഉണ്ടാക്കി നമ്മുടെ ഗോസിപ്പുകളും നമ്മളെ പറ്റിയുള്ള കുറ്റങ്ങളൊക്കെ മറ്റുള്ള ആളുകളോട് പറഞ്ഞു നടക്കും. ഇങ്ങനെയുള്ളവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ചീറ്റ് ചെയ്യുന്ന ആളുകളുടെ വേറെ ലക്ഷണമാണ് അവർ വളരെ സെൽഫിഷ് ആയിരിക്കും എന്നുള്ളത്. സ്വന്തം കാര്യം നേടിയെടുക്കാൻ വേണ്ടി അവരെന്തും ചെയ്യും. അവർ മറ്റുള്ളവർക്ക് അത് അപകടമാകുകയോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുകയോ എന്നൊന്നും ആ സമയത്ത് ചിന്തിക്കത്തില്ല. അവരുടെ കാര്യങ്ങളെ എന്ത് കാണിച്ചിട്ടാണേലും അവർ നേടിയെടുക്കും. ഇങ്ങനെയുള്ള ആളുകളെയും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ചില ഫ്രോഡുകൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഉള്ളവരായിരിക്കും. അത് നമ്മൾ ചില സിറ്റുവേഷനിലൂടെയൊക്കെ ആയിരിക്കും മനസ്സിലാക്കുന്നത്. ചിലപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി വിൽക്കുന്ന സമയത്തോ, അല്ലെങ്കിൽ ഫാമിലി കോമൺ ആയിട്ടുള്ള മണി ഒക്കെ ഡിവൈഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും ഇങ്ങനെയുള്ള ഫ്രോഡുകളെ നമ്മൾ തിരിച്ചറിയുന്നത്. പരസ്പര വിശ്വാസത്തെയും പരസ്പര സ്നേഹത്തെയും ഒക്കെ യൂട്ടിലൈസ് ചെയ്താണ് ഫാമിലി ഫ്രോഡുകൾ പ്രവർത്തിക്കുന്നത്. ഇവർ ഈ ബന്ധത്തിൻ്റെയൊക്കെ പേരിലായിരിക്കും പലപ്പോഴും മറ്റുള്ളവരെ പറ്റിക്കുന്നത്. എസ്പെഷ്യലി നമ്മളെ വയസ്സായിട്ടുള്ള ഫാമിലിയിലുള്ള ആളുകളെയൊക്കെ ആയിരിക്കും കൂടുതൽ ഇങ്ങനെ പറ്റിക്കപ്പെടുന്നത്.
അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനലിലെ കണ്ടൻറ്റൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്